അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന റിവേഴ്സിബിൾ റിയാക്ഷൻ അഥവാ ഉഭയദിശാ രാസപ്രവർത്തനം. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക്. നിങ്ങൾക്ക് ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സബ് ടോപ്പിക്കുകൾ കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ. അതായത് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കാണാതെ പഠിച്ചതുകൊണ്ട് നമുക്ക് എക്സാമിന് എഴുതാൻ കഴിയില്ല. അപ്പോൾ ഇത് വിശദമായിട്ട് തന്നെ അത് നോക്കണം. അപ്പൊ അതിന് നമ്മൾ ഇതിന്റെ സബ് ടോപ്പിക്സ് ആയിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഉഭയദിശ രാസപ്രവർത്തനം എന്താണ്, ഏകദിശ രാസപ്രവർത്തനം എന്താണ്, റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നും ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. ഇനി ഉഭയദിശ രാസപ്രവർത്തനത്തിന് തന്നെ രണ്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. പുരോപ്രവർത്തനവും പശ്ചാത്ത പ്രവർത്തനവും അഥവാ ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതേപോലെ തന്നെ ഉഭയദിശ രാസപ്രവർത്തനത്തിന്റെ ഗ്രാഫ്, ലേശാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അഥവാ ലേശാറ്റ്ലിയർ തത്വം പറയാനുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗങ്ങൾ, ഈ 3 ഘടകങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഉഭയദിശ രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെ. ഇത് അഥവാ ഗാഢത കൂട്ടിയാൽ കുറച്ചാല് അല്ലെ, മർദ്ദം കൂട്ടിയാൽ കുറച്ചാൽ, താപനില കൂട്ടിയാൽ കുറച്ചാൽ, അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ഇതിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഈ ഉഭയദിശ ഏകദിശ രാസപ്രവർത്തനം എന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ പറ്റുന്ന ഈ ക്വസ്റ്റിന് ഉഭയദിശ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ നല്ലത് ആദ്യം ഏകദിശ രാസപ്രവർത്തനം പറയാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ 9th വരെ അല്ലെ, 9th വരെ എന്നല്ല, കെമിസ്ട്രിയിൽ നമ്മളിപ്പോ 6th ചാപ്റ്റർ 10th 6th ചാപ്റ്റർ വരെ പഠിച്ച എല്ലാ റിയാക്ഷൻസും, ഇപ്പൊ എക്സാമ്പിൾ ആണ് കാർബണും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. പക്ഷെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് കാർബണും ഓക്സിജനുമായിട്ട് മാറൂല അല്ലെ. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ആരോ മാർക്ക് നോക്കിയാൽ മതി. ഈ ആരോ മാർക്ക് ഒരു സൈഡിലേക്ക് മാത്രമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് എങ്കിൽ അത് ഏകദിശ രാസപ്രവർത്തനമായിരിക്കും. ഇറിവേഴ്സിബിൾ, അതായത് റിവേഴ്സ് ചെയ്യാൻ പറ്റൂല. എന്നാൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തേല് അല്ലെ സാറേ, രണ്ടാമത്തെ റിയാക്ഷൻ നോക്കിയേ, നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ട് അമോണിയ കിട്ടുന്നുണ്ട്. ഓക്കെ, അതേ അമോണിയ ഡീകമ്പോസ് വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജനും നൈട്രജനും ഒക്കെ മാറ്റാനും പറ്റും. അപ്പൊ ഈ ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മതി, മുന്നിലേക്കുണ്ട് പിന്നിലേക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്താ പറയാ, ഉഭയദിശ രാസപ്രവർത്തനം അഥവാ റിവേഴ്സിബിൾ രാസപ്രവർത്തനം എന്ന് പറയും. ഒരു ദിശയിലേക്ക്, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമുള്ള റിയാക്ഷൻ ആണ് എന്ത്, ഏകദിശ രാസപ്രവർത്തനം അഥവാ ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് നമുക്ക് ഇവിടെ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. നമുക്ക് ഉഭയദിശ രാസപ്രവർത്തനത്തെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളത്. അപ്പൊ ഈ ഉഭയദിശ രാസപ്രവർത്തനത്തിനകത്ത് 2 പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ അഭികാരകങ്ങള്, ഈ ഭാഗത്തുള്ള അഭികാരങ്ങൾ എന്ന് പറയാം, ഇത് ഉൽപ്പന്നമായി മാറുന്ന ഈ പ്രവർത്തനത്തെ പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് റിയാക്ഷൻ അഥവാ നൈട്രജനും ഹൈഡ്രജനും ഇവിടെ റിയാക്ടന്റ് ആണ് അല്ലെ, അഭികാരങ്ങളാണ്. അത് റിയാക്ട് ചെയ്തിട്ട് ഇപ്പുറത്തുള്ള അമോണിയ ഉണ്ടാകുന്നത് അത് ഉൽപ്പന്നമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രവർത്തനത്തെ, മുന്നിലേക്ക് നടക്കുന്ന ഈ പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ അഥവാ പുരോപ്രവർത്തനം എന്ന് പറയും. ഇനി തിരിച്ച് അമോണിയ ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ വിഘടിച്ച് നൈട്രജനും ഹൈഡ്രജനും ഉണ്ടാകുന്ന ഈ പ്രോസസ്സിലെ ഈ ഒരു പ്രവർത്തനമാണ് എന്ത്, ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ പശ്ചാത് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി അതിനോടൊപ്പം അറിയേണ്ട ഒരു കാര്യമാണ് ഗ്രാഫ്. പ്രധാനപ്പെട്ടിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രാഫ്. അപ്പൊ ഗ്രാഫിനകത്ത് നമുക്ക് ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത റിയാക്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമത്തിലാണ് നിൽക്കുന്നുണ്ടാവുക. ഇപ്പോൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ടന്റ് കുറയണമെങ്കിൽ റിയാക്ടന്റ് എന്തായിട്ട് മാറണം, പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനെ മാറണം അല്ലെ. അപ്പൊ റിയാക്ടന്റ് കുറഞ്ഞ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ് ആണല്ലോ എന്ത്, ഫോർവേഡ് റിയാക്ഷൻ അഥവാ. അതായത് ഈ ഭാഗത്ത് നടക്കുന്ന അഭികാരങ്ങള് രാസപ്രവർത്തനത്തിന്റെ സമയം കൂടുന്തോറും ഈ അളവ് കുറയല്ലോ. അപ്പൊ ആ കുറഞ്ഞു വരുന്നതാണ് നമുക്ക് ഈ ഗ്രാഫിൽ ഇവിടെ കാണാൻ പറ്റുന്നത്. അതേ സമയത്ത് ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ ഇവിടെ ഉൽപ്പന്നത്തിന്റെ അളവ് കൂടി, പിന്നെ ആ ഉൽപ്പന്നം തിരിച്ച് അഭികാരകമായി മാറുന്ന പ്രവർത്തനമാണ് അപ്പൊ അതിന്റെ നിരക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അതെ അതെ, പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും തമ്മിൽ അല്ലെ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, സന്തുലനാവസ്ഥയിലേക്ക് എത്താണ് രാസ സന്തുലനം എന്ന പുരോപ്രവർത്തന വേഗതയും പശ്ചാത് പ്രവർത്തന വേഗതയും ഒരേപോലെ ആയി മാറുന്നത്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആയിട്ട് മാറുന്ന ആ ഒരു പോയിന്റ് ആണ് എന്ത്, ഇക്വിലിബ്രിയം അഥവാ രാസസന്തുലനം എന്ന് പറയുന്നത്. ഇനി സന്തുലനാവസ്ഥയിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് ഒരേപോലെയാണ്. ആ സമയത്ത് നമ്മൾ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത, മർദ്ദം, പ്രഷർ, താപനില, ടെമ്പറേച്ചർ, ഇതൊക്കെ മാറ്റം വരുത്തിയാലേ എന്ത് മാറ്റാണ് നമുക്ക് ഈ ഒരു രാസപ്രവർത്തനത്തിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത്. പക്ഷെ അതിനകത്ത് നമ്മളൊരു കാര്യം കൂടി പറയണം, ഈ മാറ്റങ്ങൾ വരുത്തിയാൽ റിയാക്ഷൻ ആ മാറ്റം ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യും, വീണ്ടും സന്തുലനാവസ്ഥയിലേക്ക് എത്തും. അതാരാ പറഞ്ഞത്, ലേശാറ്റ്ലിയർ. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കും
തത്വം ലേശാലിയർ പ്രിൻസിപ്പിൾ അഥവാ ലേശാലിയർ തത്വം എന്ന് പറയും. അക്കോർഡിംഗ് ടു ലേശാലിയർ പ്രിൻസിപ്പിൾ അഥവാ ലേശാലിയർ തത്വപ്രകാരം ഗാഢത, മർദ്ദം, താപനില അഥവാ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്ത് ഇല്ലാതാക്കിയിട്ട് വീണ്ടും സന്തുലനാവസ്ഥയ്ക്ക് തന്നെ എത്തിക്കും അല്ലെ. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് എങ്ങനെയാണ് ആ ചേഞ്ച്, നമ്മൾ എന്ത് ചേഞ്ചാ വരുത്താൻ പറ്റുക, ചേഞ്ചിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുക എന്നുള്ളൊരു ഫസ്റ്റ് ടോപ്പിക്കാണ്. ഗാഢത എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്, അല്ലെങ്കിൽ ഗാഢതയ്ക്ക് ഏത് തരത്തിലുള്ള മാറ്റമാണ് വരുന്നത്? കോൺസെൻട്രേഷൻ. ഈ ഗാഢത എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രൂപത്തിൽ മാറ്റം വരുത്താൻ പറ്റും. ഒന്നുകിൽ ഗാഢതയുടെ അളവ് അല്ലെ, കോൺസെൻട്രേഷൻ കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. ഇനി അതിന് അഭികാരങ്ങളുടെ ഭാഗത്ത് കൂട്ടാം, അല്ലെങ്കിൽ അവിടെ കുറക്കാം. അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഭാഗത്ത് അഥവാ ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് കൂട്ടാം, ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് കുറക്കാം. ഈ 4 കേസിൽ എന്ത് മാറ്റാണ് ഇവിടെ ഉണ്ടാകുക, ഇതാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3 പോയിന്റുകൾ ഇവിടെ എഴുതിയത് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റത്തെ പോയിന്റ്, നൈട്രജന്റെ അളവ് കൂട്ടിയാൽ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് നൈട്രജൻ. നൈട്രജന് അല്ലെങ്കിൽ ഹൈഡ്രജൻ രണ്ടും ഒരുപോലെയാണ്, രണ്ടും അഭികാരക റിയാക്ടന്റ് ആണ് അല്ലെ. രണ്ടിന്റെ അളവ് കൂട്ടിയാൽ എന്ത് ചേഞ്ച് വരിക, കുറച്ച് കഴിഞ്ഞാൽ എന്ത് മാറ്റം ഉണ്ടാകുക. പിന്നെ അമോണിയ അളവ് കൂട്ടി പ്രൊഡക്റ്റ് ആണ്, ഉൽപ്പന്നമാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ഒരു സീസോ, നമ്മൾ ഈ പാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ആ ഒരു സീസോന്റെ രൂപത്തിൽ നമുക്ക് ഇത് പഠിച്ചു വെക്കാൻ പറ്റും. അതായത് സീസോന്റെ ഈ ഭാഗത്ത് അല്ലെ, ഈ ഭാഗത്ത് ഏതാ, ഈ ഭാഗത്ത് അഭികാരകം അഥവാ റിയാക്ടന്റ്, ഒരു സൈഡ് ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ് ആണ്. സീസോ നമുക്കൊരു ഇക്വിലിബ്രിയത്തിൽ സന്തുലനാവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അല്ലെ. അതെ, രണ്ട് ഭാഗത്ത് തുല്യ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി നമ്മൾ ഗാഢത കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അഭികാരങ്ങളുടെ ഗാഢത കൂട്ടാം. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കി, നിങ്ങൾ നൈട്രജന്റെ അളവ് കൂട്ടുകയാണ്. കൂട്ടിക്കഴിഞ്ഞാൽ ഈ നേരക്ക് നിൽക്കുന്ന സീസോ ഈ ഭാഗത്ത് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് താവൂലേ അല്ലെ. അപ്പൊ ആ ഒരു ചിത്രം നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും, ഈ രൂപത്തിലുണ്ടാവും. അപ്പൊ ഇതിന്റെ ഈ ഭാഗത്ത് ഉൽപ്പന്നമാണ്, ഈ ഭാഗത്ത് അഭികാരകമാണ്. അഭികാരകത്തിന്റെ അളവ് കൂടി അല്ലെ, ഈ അഭികാരകത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇവിടുന്ന് ഒരിക്കലും ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ നടക്കൂല. പിന്നെ കൂടുതലുള്ള ഭാഗത്തുനിന്ന് എവിടെയാണ് കൂടുതലുള്ളത്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് റിയാക്ഷൻ നടക്കുക. അഥവാ ഉൽപ്പന്നം അഭികാരകമായിട്ട് മാറും, അഥവാ പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറും, അഥവാ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, പശ്ചാത് പ്രവർത്തന വേഗത കൂടുകയാണ് ചെയ്യുന്നത്. മാത്രം നോക്കിയാൽ മതി. അതെ, ഈ ഒരു ഒറ്റ ഉദാഹരണത്തിൽ നമുക്ക് ഈ ബാക്കി കാണുന്ന ഏതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതേപോലെ ഹൈഡ്രജനും സെയിം, ഹൈഡ്രജനും നൈട്രജനും അഭികാരക ആയതുകൊണ്ട് നൈട്രജൻ ആയാലും ഹൈഡ്രജൻ ആയാലും ഈ സൈഡിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അളവ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, ഉൽപ്പന്നം അഭികാരകമായിട്ട് മാറും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ നടക്കും. ഇനി ഇതാണെങ്കിലോ, അമോണിയ ആണെന്നുണ്ടെങ്കിൽ അമോണിയയുടെ വെയിറ്റ് അല്ലെങ്കിൽ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. സ്വാഭാവികമായിട്ടും ആ സീസോന്റെ ഈ ഭാഗത്ത് കൈകാരം വെയിറ്റ് കൂടുതലുണ്ടാകുക. NH3. അപ്പൊ ഈ ഭാഗത്ത് ആരാണുള്ളത്, അഭികാരകമാണ്. അപ്പൊ അഭികാരകം എന്തായിട്ട് മാറും, ഉൽപ്പന്നമായിട്ട് മാറും. അഥവാ പുരോപ്രവർത്തന വേഗത്തിൽ നടക്കും, കൂടും. ഈ രൂപത്തിൽ നമുക്ക് ഈ ടോപ്പിക്ക് എങ്ങനെ ചോദിച്ചാൽ, ഇനി കുറച്ച് കഴിഞ്ഞ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നൈട്രജന്റെ ഹൈഡ്രജന്റെ അളവ് ഗാഢത കുറച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഗാഢത ഇവിടെ ഈ ഭാഗത്ത് കുറക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗത്ത് ഗാഢത വർദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ റിയാക്ടന്റ് ആണ്, അഭികാരകമാണ്, ഇവിടെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ നടക്കും. മുന്നിലേക്ക് നടക്കുന്ന രാസപ്രവർത്തനം ഫോർവേഡ്, പിന്നിലേക്ക് നടക്കുന്ന രാസപ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ പശ്ചാത് പ്രവർത്തനം അഥവാ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. ഇത്രയും നമ്മൾ ഈ ടോപ്പിക്കിന് പഠിച്ചാൽ മതി. ഇനി ഏത് ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് ഈ ഒരു പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സന്തുലനാവസ്ഥയെ സ്വാധീനിക്കുന്ന അടുത്ത ഫാക്ടറാണ് മർദ്ദം അഥവാ പ്രഷർ. ഇനി ഈ പ്രഷർ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പറയാനുള്ളത്. അഥവാ പ്രഷർ മർദ്ദം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തന്മാത്ര എത്ര ഉണ്ടെന്ന് ആദ്യം കണ്ടെത്തണം. ആകെ 2 പോയിന്റ് മാത്രം നമ്മളോട് പഠിച്ചാൽ മതി. അഥവാ നോക്കിയേ, അഭികാരക, ഇപ്പൊ നൈട്രജനും ഹൈഡ്രജനും അഭികാരകമാണ്. ഈ താഴത്തുള്ള നമ്പർ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ എണ്ണാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, അതാണ് തന്മാത്ര, മോളിക്യൂള് തന്മാത്ര. ഇപ്പൊ എക്സാമ്പിൾ, ഇവിടെ ഒരു നൈട്രജൻ തന്മാത്രയും 3 ഹൈഡ്രജൻ തന്മാത്രയും ടോട്ടൽ 4 അഭികാരക തന്മാത്ര അഥവാ റിയാക്ടന്റ് മോളിക്യൂൾ ഉണ്ട്. ഇവിടെ നോക്കിയേ, അമോണിയ എത്ര തന്മാത്ര ഉണ്ട്, ഇവിടെ 2 തന്മാത്ര 2 മോളിക്യൂളാണത്. അപ്പൊ മർദ്ദം എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടെത്തേണ്ട ആളാരാണ്, തന്മാത്ര മോളിക്യൂള് കണ്ടെത്തണം. ഇനി നമ്മൾ പോയിന്റ്സിലേക്ക് വരികയാണ്. മർദ്ദം കൂട്ടി അല്ലെ, പ്രഷർ ഇൻക്രീസ് ചെയ്തു. അതെ, പ്രഷർ ഇൻക്രീസ് ചെയ്താൽ നമ്മൾ പഠിച്ചേക്കേണ്ട പോയിന്റ്, പ്രഷർ ഇൻക്രീസ് ചെയ്താൽ മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം കുറവുള്ള ഭാഗം എവിടെയാണോ അങ്ങോട്ടേക്കാണ് രാസപ്രവർത്തനം നടക്കുക. അപ്പൊ തന്മാത്രയുടെ എണ്ണം കുറവ് ഈ ഭാഗത്താണ് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങോട്ടുള്ള റിയാക്ഷൻ നടക്കണം, ഇങ്ങോട്ടുള്ള റിയാക്ഷൻ. അഥവാ ഇവിടെ
റിയാക്റ്റന്റ് ആണ്, അഭികാരകമാണ്, ഇവിടെ ഉൽപ്പന്നാണ് അഥവാ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇങ്ങോട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഏത് റിയാക്ഷൻ ആണ്? മുന്നിലേക്ക് നടക്കുന്ന പ്രവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഫോർവേഡ് റിയാക്ഷൻ അഥവാ പുരോപ്രവർത്തനമാണ്. അത് വേഗത്തിൽ നടക്കും. ഇനി മർദ്ദം കുറച്ചു, മർദ്ദം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്ന് ഒരൊറ്റ പോയിന്റ് ആയിട്ട് ചുരുക്കാം. അങ്ങനെ മർദ്ദം കുറച്ച് കഴിഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം കൂടുന്ന ഭാഗത്തേക്ക് രാസപ്രവർത്തനം വേഗത്തിൽ നടക്കും. തന്മാത്ര കൂടുതൽ ഏത് ഭാഗത്താണുള്ളത്? അഭികാരക തന്മാത്ര. ഈ എക്സാമ്പിളില് അതെ, റിയാക്ടന്റിന്റെ സൈഡില് അഥവാ പ്രോഡക്റ്റ്. അപ്പൊ റിയാക്ടന്റ് സൈഡിലേക്കുള്ള റിയാക്ഷൻ നടക്കണം, ബാക്കിലേക്ക് നടക്കുന്ന പ്രവർത്തനം, ബാക്ക്വേർഡ് റിയാക്ഷൻ അഥവാ പശ്ചാത് പ്രവർത്തനം നടക്കേണ്ടത്. ഇനി തന്മാത്ര അഭികാരക തന്മാത്ര ഉൽപ്പന്ന തന്മാത്ര സെയിം ആണ് അല്ലെ, ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടോടത്തും സെയിം ആണ് അഭികാരക ഉൽപ്പന്നം. വേഗതയിൽ ഇവിടെയും തന്മാത്രകളുടെ എണ്ണം 2 ആണ്, ഇപ്പുറത്തും 2 ആണ്. അങ്ങനെ അപ്പൊ അവിടെ എന്തില്ല, മർദ്ദത്തിന് സ്വാധീനമില്ല അല്ലെ, അഥവാ മർദ്ദത്തിന് എന്തില്ല, യാതൊരു എഫക്റ്റും ഉണ്ടാവൂല. അപ്പൊ എക്സാമിന് ചോദിക്കാൻ ചിലപ്പോ ഈ ഒരു ഇത് തന്നിട്ട് അവിടെ മർദ്ദം കൂട്ടിയാൽ കുറച്ചാൽ എന്ത് സംഭവിക്കും എന്ന കാരണം ചോദിക്കാം. അപ്പൊ മർദ്ദത്തിന് സ്വാധീനമില്ല എന്നാണ് എഴുതേണ്ടത്. കാരണം ചോദിക്കുമ്പോൾ എഴുതേണ്ടത് അഭികാരക തന്മാത്ര റിയാക്ടന്റ് മോളിക്യൂളും പ്രൊഡക്റ്റ് മോളിക്യൂളും ഉൽപ്പന്ന തന്മാത്രയും സെയിം ആയതുകൊണ്ട് എണ്ണം തുല്യമായതുകൊണ്ട് എഴുതിയാൽ മതി. അപ്പൊ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് ഈ ഒരു ടോപ്പിക് നമുക്ക് കാണാൻ കഴിയുക. ഒരു സന്തുലനാവസ്ഥയെ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഫാക്ടർ, മൂന്നാമത്തെ ഘടകമാണ് താപനില അഥവാ ടെമ്പറേച്ചർ. അപ്പൊ ഇനി ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു ഉഭയദിശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഒരു സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷന്റെ താപനിലയിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താം, ആ ചേഞ്ച് വരുത്തിയാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ എഴുതിയതൊരു എക്സോതെർമിക് ആണ് അല്ലെ, അഥവാ താപമോചന രാസപ്രവർത്തനമാണ്. ഇവിടെ ഈ താപം ഉൽപ്പന്നത്തിന്റെ സൈഡില് പ്രൊഡക്റ്റിന്റെ സൈഡിൽ താപം കണ്ടാൽ അത് എന്താണ്? താപമോചന രാസപ്രവർത്തനം. ഈ ഒരു ആരോ മാർക്കിന് ഉള്ളിൽ താപം ഇടാറുണ്ട്, അഥവാ ആ റിയാക്ഷൻ നടക്കുമ്പോൾ താപം എന്ത് ചെയ്യുന്നുണ്ട്? ആഗിരണം ചെയ്യുന്നുണ്ട് അല്ലെ, അഥവാ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അങ്ങനത്തെ റിയാക്ഷൻ ആണെങ്കിൽ അത് എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ. ചിലപ്പോൾ നമുക്ക് ഇവിടെ താപം തന്നുകൊണ്ട് ഇവിടെ പ്ലസ് ഇട്ടുകൊണ്ട് അങ്ങനെയാണെങ്കിലും അത് എൻഡോതെർമിക് ആണ് കേട്ടോ. പക്ഷെ ഇത് എക്സോതെർമിക് എൻഡോതെർമിക് നോക്കണ്ട നിങ്ങള്. താപനില കൂട്ടിയാല് താപം ഇല്ലാത്ത ഭാഗത്തേക്കാണ് റിയാക്ഷൻ നടക്കേണ്ടത്. ഈ ഭാഗത്ത് എവിടെയാണ് താപം ഇല്ലാത്ത ഭാഗം? ഈ ഭാഗത്ത് നമുക്ക് ഓൾറെഡി താപം കാണാൻ പറ്റും. അപ്പൊ പിന്നെ താപം ഇല്ലാത്തൊരു ഭാഗമാണ് ഇവിടെ റിയാക്ഷൻ അല്ലെ. അപ്പൊ അഥവാ ഈ ഒരു റിയാക്ഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെ അഭികാരകം അഥവാ ഇവിടെ ഉൽപ്പന്നം, അപ്പൊ ഇങ്ങോട്ടാണ് നടക്കുന്നത്, അഥവാ പശ്ചാത് പ്രവർത്തനമാണ് നടക്കുന്നത്. താപനില കുറച്ചാല് താപം ഉള്ള ഭാഗത്തേക്ക് നടക്കേണ്ടത്. നേരെ തിരിച്ചാണ് അഭികാരകം ഉൽപ്പന്നമായിട്ട് മാറും, അഥവാ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും, അഥവാ ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കും. ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ മനസ്സിലാക്കുക. ഇനിയിപ്പോ ഇത് എൻഡോതെർമിക് അല്ലെങ്കിൽ താപ ആഗിരണമാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ആയിരിക്കും താപം ഉണ്ടാകുക. താപം ഉണ്ടെങ്കിൽ അത് താപമോചകം, താപം അപ്പുറത്താണെങ്കിൽ അത് എക്സാമിന് അധികം താപം ഈ രൂപത്തിലാണ് കാണാറുള്ളത്. ചോദിച്ചു കണ്ടിട്ടുള്ളൂ, ഇതുവരെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ഈ പോയിന്റുകളൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഈ ഉഭയദിശ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു 3 പോയിന്റ് ഉഷാറായിട്ട് തന്നെ പഠിക്കണം. കാരണം 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാം. അതെ, എല്ലാ സമയത്തും നമുക്ക് കാണാം. അത് ഞങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും.